എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദേഷ്യം വന്നിട്ട് ദേവയാനി നയനയോട് പറയുവാണ്, നിനക്ക് ആദർശേട്ടൻ്റെ സങ്കടം മാത്രം കണ്ടാൽ മതിയോ, ബാക്കിയുള്ളവൻ്റെ സങ്കടവും ഹൃദയം പൊളിയുന്നതും ഒന്നും നിനക്ക് കാണുന്നുണ്ടല്ലോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. പിന്നീട് ഇതിനിടയ്ക്ക് നമ്മുടെ അനാമികയെ കാണിക്കുന്നുണ്ട്. അനാമിക വീട്ടിൽ ചെന്ന് കഴിയുമ്പം വേണു ചോദിക്കുവാണ്, എങ്ങനെയെങ്കിലും നിൻ്റെ അമ്മായിമ്മയുടെ പേര് കുറേ സ്വത്തില്ല, അതിൽ കുറച്ച് നിൻ്റെ പേരിലേക്ക് എഴുതി മേടിക്കാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പം അനാമിക പറയുന്നുണ്ട്, അതിലേക്കൊന്നും ആയിട്ടില്ല അച്ഛാ, എങ്ങനെയെങ്കിലും ആ വീട്ടിലൊരു കലഹം ഉണ്ടാക്കി അതൊന്ന് വെട്ടിപ്പൊളിച്ച് 4 വഴിക്കാക്കണം, എങ്കിലേ എന്തെങ്കിലും നടക്കുകയുള്ളൂ എന്ന് അനാമിക പറയുന്നുണ്ട്. പിന്നീട് ജാനകിയെ കാണിക്കുന്നു. ജാനകി സങ്കടത്തോടു കൂടി അജയനോട് പറയുവാണ്, റൂമിനകത്ത് അനിയും അനാമിക മോളും തമ്മിൽ എന്നും വഴക്കാണ്, അവർ തമ്മിൽ ഒരു കുടുംബജീവിതം ആരംഭിച്ചിട്ടൊന്നുമില്ല, അനിയും അവളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് സഹി കെട്ടപ്പോൾ മോൾ എന്നോട് തുറന്നു പറഞ്ഞു എന്നൊക്കെ പറയുവാട്ടോ. പിന്നീട് ദേവയാനി മുത്തശ്ശനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ആദർശ് ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും മുത്തശ്ശൻ എന്താണ് കുലുങ്ങാത്തത് എന്നാണ് ദേവയാനിയുടെ സംശയം. അതിന് മുത്തശ്ശൻ പറയുന്ന മറുപടി, ഞാൻ ചന്തുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദർശ് ആ തെറ്റ് ചെയ്യില്ല എന്ന് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ടാണ് എന്ന് പറയുക. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അവൻ ആ തെറ്റ് അവൻ ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ മേലെന്ന്. അന്നേരം മുത്തശ്ശൻ പറയുവാണ്, ഇനിയിപ്പം പ്രൂവ് ചെയ്താലും ഇല്ലെങ്കിലും ആ മോളുടെ അമ്മയായി നയനമോള് മാറിക്കഴിഞ്ഞു, അവൾ ഒരിക്കലും ആ കുട്ടിയെ വിട്ടുകളയില്ല എന്നും പറയുന്നുണ്ട്. പിന്നീട് ഓഫീസിൽ നിന്ന് വരുന്ന നയനയാണ് കാണിക്കുന്നത്. നയനയെ കാണുന്നതേ മോൾ ഓടി ചെല്ലുന്നുണ്ട്. നയന എടുത്ത് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ആദർശിൻ്റെ മുഖത്തും മോളോടുള്ള ആ ദേഷ്യമൊക്കെ മാറി ഒരു പുഞ്ചിരിക്കുണ്ട് കേട്ടോ. ഇതൊക്കെയായിരുന്നു പ്രമോ വിശേഷങ്ങൾ.